ഒരൊറ്റ ഗോള് ഈ ടൂർണമെന്റിൽ സ്പെയിന് വഴങ്ങാതിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഓസ്ട്രിയയുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ വെല്ലുവിളി സൃഷ്ടിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളും ഉണ്ടായിട്ടില്ല. അതിനൊക്കെ വളരെ വിദഗ്ധമായിട്ട് സ്പെയിൻ പ്രതിരോധിച്ചിട്ടുണ്ട്. ആകെ 8 ഗോളുകൾ ഈ ടൂർണമെന്റിൽ സ്പെയിൻ അടിച്ചു കൂട്ടിയിട്ടുണ്ട്. സ്പെയിൻ അവസാനമായിട്ടൊരു ഗോൾ വഴങ്ങിയത് 2024 യൂറോ ഫൈനലാണ്. അപ്പോൾ ഇത്രയും കാലമായിട്ടൊരു മത്സരത്തിലും സ്പെയിനിന്റെ വല കുലുക്കാൻ അല്ലെങ്കിൽ പ്രതിരോധത്തെ തകർക്കാൻ ആർക്കും സാധിച്ചില്ല. അതിന് ഇരട്ടി ശക്തിയിൽ മലവെള്ളപ്പാച്ചിൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. എതിരാളി എങ്ങനെ ആക്രമിക്കുമോ അതേ നാണയത്തിൽ മറുപടി കൊടുത്താണ് സ്പെയിൻ ശരിക്കും ഇന്നത്തെ വിജയം സ്വന്തമാക്കിയത്. യമാൽ എപ്പോഴൊക്കെ തളരുന്ന പോലെ, യമാലിന് എപ്പോഴൊക്കെ ഗോൾ നേടാൻ കഴിയാതെ പോകുന്നു, അപ്പോഴൊക്കെ മറ്റൊരാൾ അവിടെ ഉദയം ചെയ്യുന്നുണ്ട്, വയർസബാൽ. ശരിക്കും ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഡിഫൻസിന് ഇടയിലൂടെയാണ് ഇടങ്കാൽ ഷോട്ട്. അത്ര കാൽക്കുലേറ്റഡാണ്. നമ്മൾ ഈ ലോകകപ്പിൽ കണ്ട സുന്ദരമായ ഗോളുകളിൽ ഒന്നാണ്. ശരിക്കും ഒരു ബുൾഡോസർ വരുന്നൊരു എഫക്റ്റ് ഇല്ല. ഇപ്പോൾ എംബാപ്പയുടെ ഒക്കെ ഒരു ഗുണം അതാ, ഒരു ബുൾഡോസർ ഉരുണ്ട് വരുന്ന പോലെ ആ പ്രതിരോധ പിച്ചൊക്കെ പാടെ തകർന്ന് തരിപ്പണമാവുന്ന രീതിയിലാണ് എംബാപ്പയും ഒലീസയും ഒക്കെ വരുന്നത്. ആ ഒരു എഫക്റ്റ് ശരിക്കും യമാലിൻ്റെ അടുത്ത് വരുന്നില്ല. പ്രതിരോധമല്ല, ആക്രമണമാണ് ശരിക്കും ഫുട്ബോളിൻ്റെ സൗന്ദര്യം. അത് മാത്രമേ വിജയവും കാണൂ. ശരിക്കും സ്പെയിനും ഓസ്ട്രിയയും തമ്മിലുള്ള മത്സരത്തിൻ്റെ ആകെത്തുക അതാണ്. കാരണം നമ്മൾ പ്രതീക്ഷിച്ചത് സ്പെയിൻ ആക്രമിക്കുകയും ഓസ്ട്രിയ പ്രതിരോധിക്കുകയും അവരുടെ ഗഗൻ പ്രസിലൂടെ പ്രത്യാക്രമണങ്ങളിലൂടെ സ്പെയിനെ മറികടക്കുകയും ചെയ്യുമെന്നൊരു ആശങ്ക ആളുകൾക്കുണ്ടായിരുന്നു. പക്ഷേ മത്സരം കഴിഞ്ഞ സമയത്ത് നമുക്ക് മനസ്സിലായി ഈ അമിത പ്രതിരോധമോ ഈ ഗഗൻ പ്രസിംഗ് എന്നുള്ള തന്ത്രമൊന്നും ശരിക്കും വിലപ്പോവില്ല. നല്ല ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അത് ആക്രമണമാണ്, ആക്രമണം മാത്രമാണ്. നമ്മൾക്കതേ ആസ്വദിക്കാൻ സാധിക്കുള്ളൂ. ശരിക്കും ആക്രമണ ഫുട്ബോളിൽ നശിച്ചിട്ടില്ല, അതുകൊണ്ട് മാത്രമേ വിജയിക്കാൻ സാധിക്കുള്ളൂ എന്ന് സ്പെയിൻ ഒരിക്കലും കൂടി തെളിയിച്ചു. അതിമനോഹരമായ ഒരു മത്സരമൊന്നും ആയിരുന്നു, നമ്മൾ ത്രസിപ്പിക്കുന്ന സുന്ദരമായ നിമിഷങ്ങളൊക്കെ സമ്മാനിക്കുന്ന ഒരു മത്സരമായിരുന്നില്ല സ്പെയിനിൻ്റെത്. പക്ഷേ തീർത്തും ആധികാരികമാണ്. കാരണം ഇംഗ്ലണ്ടിനൊക്കെ സംഭവിച്ചതുപോലെ അവരുടെ പ്രതിരോധ ഭിത്തിയിൽ തട്ടി തകരും സ്പെയിനിൻ്റെ ആക്രമണങ്ങളെന്ന് നമ്മൾ കരുതിയിരുന്നു, ഭയന്നിരുന്നു. പക്ഷെ അങ്ങനെയല്ല. സുന്ദരമായ 3 ഗോളുകൾ ഓസ്ട്രിയയ്ക്ക് മേൽ വർഷിച്ചാണ് സ്പെയിൻ പ്രീ ക്വാർട്ടറിന് യോഗ്യത നേടിയത്. പക്ഷെ നമുക്ക് ആകെയുള്ള ഒരു നിരാശ എന്ന് പറഞ്ഞാൽ നമുക്ക് യമാലിൻ്റെ ഒരു ഗോൾ കാണാൻ സാധിച്ചില്ല. 84-ാം മിനിറ്റിൽ യമാലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഒരുപാട് നീക്കങ്ങൾ യമാൽ നടത്തി. ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രിയൻ പ്രതിരോധത്തെ അവരെ താറുമാറാക്കിയത്, അവരെ ശിഥിലമാക്കിയത് ശരിക്കും പറഞ്ഞാൽ യമാലിൻ്റെ ഒരു സാന്നിധ്യമാണ്. യമാലിൻ്റെ കുറേ മുന്നേറ്റങ്ങളൊക്കെയാണ്. പക്ഷേ എങ്കിലും ഒരു ഗോൾ നേടാൻ യമാലിന് സാധിച്ചില്ല. നമ്മൾ എംബാപ്പയുടെയും മെസ്സിയുടെയും ഹാലൻഡിൻ്റെ ഒക്കെ ഗോളുകൾ കണ്ടു, ആസ്വദിച്ചു, ആഘോഷിച്ചു. അതുപോലെ നമ്മൾക്ക് യമാലിൻ്റെ ഗോളുകളും ആഘോഷിക്കണമെന്നും ആസ്വദിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള ഭാഗ്യം നമുക്കിന്നും ഉണ്ടായില്ല. 2-3 തവണ യമാൽ നിറയൊഴിച്ചു. 2 തവണ ശരിക്കും നിർഭാഗ്യം കൊണ്ടാണ് യമാലിന് ഗോൾ പട്ടികയിൽ ഇടം നേടാനാവാതെ പോയത്. അത് ആ ഒരു നിരാശ നമുക്ക് ബാക്കിയുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, യമാലിന് ഗോൾ നേടാൻ സാധിക്കാത്ത അവസരങ്ങളിൽ സ്പെയിൻ തോൽക്കുന്നില്ല. കാരണം യമാൽ എപ്പോഴൊക്കെ തളരുന്ന പോലെ, യമാലിന് എപ്പോഴൊക്കെ ഗോൾ നേടാൻ കഴിയാതെ പോകുന്നു, അപ്പോഴൊക്കെ മറ്റൊരാൾ അവിടെ ഉദയം ചെയ്യുന്നുണ്ട്, വയർസബാൽ. ആദ്യം 2 ഗോൾ നേരത്തെ നേടിയിരുന്നു. അതിനിടയ്ക്കൊന്നും മങ്ങിപ്പോയെങ്കിലും വീണ്ടും ഇരട്ട ഗോളോടുകൂടി യോർസബാൽ തിരിച്ചു വന്നിരിക്കുന്നു. യോർസബാലിൻ്റെ ഗോൾ മാത്രമല്ല, പിൻനിരയിൽ നിന്ന് പോലും മുന്നോട്ട് കയറി വന്ന് ഗോളടിക്കുന്ന താരങ്ങൾ സ്പെയിനുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്പെയിനിന് ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ അത്രയേറെ ആശങ്കകൾ വേണ്ട. ശരിക്കും അത്രയും ആത്മവിശ്വാസം നൽകുന്ന ഒരു ജയമായിരുന്നു സ്പെയിൻ്റേത്. വളരെ ആത്മവിശ്വാസം നൽകുന്ന ജയമായിരുന്നു സ്പെയിൻ്റേത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആധികാരികമായിട്ടാണ് സ്പെയിൻ ഓസ്ട്രിയയെ തകർത്തെറിഞ്ഞത്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു ഗഗൻ പ്രസിംഗിലേക്ക് റാൾഫ് റാഗ്നിക്ക് സംഘത്തെ കൊണ്ടുപോയാൽ അതെങ്ങനെ സ്പെയിൻ മറികടക്കുന്നുള്ള ആശങ്കയാണ് നമുക്ക് ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നത്. കാരണം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നമ്മളത് കണ്ടതാണ്. ഓസ്ട്രിയ അർജൻറ്റീനയ്ക്കെതിരെ കണ്ടതാണ്, അൾജീരിയക്കെതിരെ കണ്ടതാണ്. അവരുടെ ഒരു തന്ത്രം അങ്ങനെയായിരുന്നു. അതായത് എതിരാളികളെ പ്രസിംഗിലൂടെ മറികടക്കുക, മൈതാനത്ത് ആധിപത്യം സ്ഥാപിക്കുക, കിട്ടിയ അവസരങ്ങളെ മുന്നേറുക. അതുതന്നെയായിരുന്നു ഓസ്ട്രിയയുടെ തന്ത്രം. പക്ഷേ സ്പെയിനെതിരെ നമ്മൾ കണ്ടത് മറ്റൊരു ഓസ്ട്രിയയായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതുപോലുള്ള ഒരു പ്രസിംഗ് സ്പെയിൻ്റെ അടുത്ത് വിലപ്പോയില്ല. അവരുടെ മധ്യനിരയെ ഔട്ട്ക്ലാസ് ചെയ്യുന്ന തരത്തിൽ ഒരു താരത്തിനും പ്രകടനം നടത്താൻ സാധിച്ചതുമില്ല. അതുതന്നെയാണ് നമ്മൾ മൈതാനത്ത് കണ്ടത്. നമ്മൾ മത്സരത്തിലേക്ക് വന്നാൽ ആദ്യ പകുതിയൊക്കെ വളരെ മനോഹരമായിട്ട് സ്പെയിൻ കളിച്ചു. ഒരു ഗോൾ മാത്രമാണ് വീണതെങ്കിലും കുറേ മുന്നേറ്റങ്ങൾ നമ്മൾ കണ്ടു. നേരത്തെ പറഞ്ഞതുപോലെ യമാലിൻ്റെ സുന്ദരമായ ഒത്തിരി നിമിഷങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. യമാൽ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇറങ്ങിയ ഒരു മത്സരം കൂടിയായിരുന്നു. അതായത് ഒരു ഗോള് യമാലിൻ്റെ ബൂട്ടിൽ നിന്ന് പിറന്നില്ല എന്നതൊഴിച്ചാൽ ഒരുപാട് നിമിഷങ്ങൾ ഓസ്ട്രിയയുടെ വിങ്ങർമാർക്ക് നിരന്തരം തലവേദന സൃഷ്ടിക്കുന്ന യമാലിനെയാണ് നമ്മൾ കണ്ടത്. പിന്നെ പറയാനുള്ളത് വെർസബാലിനാണ്. വെർസബാൽ തകർപ്പൻ ഫോമിലേക്ക് ഉയർന്നു വന്നു കഴിഞ്ഞു. അതോടെ സ്പെയിൻ ടീം മൊത്തത്തിൽ സെറ്റായി മാറിക്കഴിഞ്ഞു. ശരിക്കും വെർസബാൽ നല്ല ഫോമിലേക്ക് വരാനുള്ള ഒരു കാരണം ഈ വലത് വിങ്ങിൽ യമാൽ വളരെ ചടുലമായ നീക്കങ്ങൾ നടത്തിയത് കൊണ്ടല്ലേ? യമാലിൻ്റെ പ്രകടനം തന്നെയാണ് വെർസബാലിന് കൂടുതൽ ഗോൾ നേടാനും സ്പെയിൻ ടീമിന് മൊത്തത്തിൽ താളം കണ്ടെത്താനും സഹായിച്ചത്. നമ്മൾ ഓർക്കുന്നുണ്ടോ, കളിക്കിടയിൽ യമാലിൻ്റെ ഒരു നോ ലുക്ക് പാസ്സൊക്കെ കാണുന്നുണ്ടോ? അതൊക്കെ വളരെ മനോഹരമായിരുന്നു, താരങ്ങളെ നെറ്റ്മഗ് ചെയ്യുന്നത്. അങ്ങനെ യമാൽ മത്സരത്തിലുടനീളം നിരന്തരം വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്. മാത്രമല്ല കണക്കുകളിലൊരു പ്രത്യേകത കൂടിയുണ്ട്. യമാൽ ആദ്യ ലെവലിൽ ഇറങ്ങിയ മേജർ ടൂർണമെൻറ്റിൽ സ്പെയിനായിട്ട് ആദ്യ ലെവലിൽ ഇറങ്ങിയ ഒരു മത്സരത്തിന് സ്പെയിൻ
തോറ്റിട്ടില്ല. 8 മത്സരങ്ങളിൽ സ്പെയിൻ വിജയിച്ചിട്ടുണ്ട്. അതിൻ്റെ അവസാനത്തെ ഇതാണ് ഓസ്ട്രിയക്കെതിരായ മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വളരെ ആധിപത്യത്തോടു കൂടിയാണ് ലൂയിസ് വേനയുടെ സംഘം പന്ത് തട്ടിയത്. ഈ ടൂർണമെൻറ്റിൽ ഉടനീളം നമ്മളെ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ശരിക്കും ഇന്ന് പിന്നെ യമാൽ ഗോൾ അടിച്ചിരുന്നെങ്കിൽ നോക്കൗട്ടിൽ ഗോൾ അടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരെന്നുള്ളൊരു ബഹുമതി കൂടി യമാൽ സ്വന്തമാക്കുന്നു. അത് മാത്രമല്ല, യമാലും കുബാർസിയും രണ്ടാളും കൂടി സ്പെയിൻ ടീമിൽ ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഈ ടീനേജേഴ്സ് ഈ 1958 ശേഷം പെലെയും അൽഫാറ്റിനോക്ക് ശേഷം 2 പേര് ഒരു ടീമിൽ തന്നെ ഒരുമിച്ച് കളത്തിലിറങ്ങുന്ന ആദ്യ മത്സരം കൂടിയായിരുന്നു ഇത്. ശരിക്കും കുബാർസി നല്ല പ്രകടനമാണ് ഇന്ന് കാഴ്ചവെച്ചത്. അവരുടെ പ്രതിരോധത്തിൽ ശരിക്കും പിഴവുകളൊന്നും വരുത്തിയിട്ടില്ല. ഈ ലൂയിസ് വേനയുടെ ഒരു തന്ത്രം പരിശോധിച്ചാൽ ഒറ്റ ഗോള് ഈ ടൂർണമെന്റിൽ സ്പെയിന് വഴങ്ങാതിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിലൊരു എടുത്തു പറയേണ്ട ഒരു പ്രകടനം കുബാർസിയുടെയും ലാപ്പർട്ടയുടെയും തന്നെയാണ്. അവരുടെ ഡിഫൻസ് വളരെ മികച്ച രീതിയിൽ ഓസ്ട്രിയക്ക് ഒരു അവസരവും നൽകിയിട്ടില്ല. ഓസ്ട്രിയയുടെ ഭാഗത്തു നിന്ന് കൂടുതൽ വെല്ലുവിളി സൃഷ്ടിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളും ഉണ്ടായിട്ടില്ല. അതിനൊക്കെ വളരെ വിദഗ്ധമായിട്ട് സ്പെയിൻ പ്രതിരോധിച്ചിട്ടുണ്ട്. ആകെ 8 ഗോളുകൾ ഈ ടൂർണമെന്റിൽ സ്പെയിൻ അടിച്ചു കൂട്ടിയിട്ടുണ്ട്. ആദ്യത്തെ മത്സരത്തിൽ മാത്രമാണ് കേപ്പർദേക്കപ്പുറം ഗോൾരഹിത സമനില വഴങ്ങിയപ്പോൾ നമ്മൾ ആശങ്കപ്പെട്ടു, ഇതാണോ സ്പെയിൻ എന്ന് നമ്മൾ ആശങ്കപ്പെട്ടു. പക്ഷേ പിന്നീടുള്ള മത്സരത്തിൽ 4 ഗോൾ അടിച്ച് മുന്നേറി അവസാന മത്സരത്തിൽ ഉറുഗ്വേക്കെതിരെ 1 ഗോൾ ജയം നേടി. ആകെ 8 ഗോളുകളാണ് സ്പെയിൻ താരങ്ങൾ അടിച്ചു കൂട്ടിയത്. ശരിക്കും അതിൽ ഏറ്റവും അത്ഭുതം അടിച്ചത് മാത്രമല്ല, ഒരു ഗോൾ വഴങ്ങിയില്ല എന്നുള്ളത് വലിയ അത്ഭുതമാണ്. നോക്കൗട്ട് എത്തിയിട്ട് ഒരു ഗോൾ വഴങ്ങിയിട്ടില്ല. മാത്രമല്ല സ്പെയിൻ അവസാനമായിട്ടൊരു ഗോൾ വഴങ്ങിയത് 2024 യൂറോ ഫൈനലാണ്. അപ്പോൾ ഇത്രയും കാലമായിട്ടൊരു മത്സരത്തിലും സ്പെയിനിന്റെ വല കുലുക്കാൻ അല്ലെങ്കിൽ പ്രതിരോധത്തെ തകർക്കാൻ ആർക്കും സാധിച്ചില്ല. അതൊരു വലിയ നേട്ടമാണ്, ശരിക്കും വലിയ നേട്ടമാണ്. അത്തരത്തിലാണ് ലൂയിസ് വേൻ്റെ ഈ സംഘത്തെ ഒരുക്കി നിർത്തിയിട്ടുള്ളത്. എതിരാളികൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകാതെ അവരെ കൃത്യമായി പ്രതിരോധിച്ചുകൊണ്ടാണ് സ്പെയിൻ മുന്നേറിയത്. ഒരു ഗോൾ വഴങ്ങില്ലെന്ന് മാത്രമല്ല, ഇന്നത്തെ മത്സരത്തിൽ ഓസ്ട്രിയ ഒറ്റ ഷോട്ട് സ്പെയിൻ പോസ്റ്റിലേക്ക് അടിച്ചിട്ടില്ല. 5ഓളം ഷോട്ടുകൾ ഉതിർത്തെങ്കിലും ഒറ്റ ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് പോയിട്ടില്ല. അത് എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. ഇത്രത്തോളം നേരത്തെ ഒക്കെ കണ്ട പോലെ എതിരാളികളെ പ്രസ് ചെയ്ത് ആക്രമിക്കുന്ന ഒരു സംഘത്തിന് കഴിഞ്ഞ മത്സരത്തിൽ നമുക്ക് ഓർമ്മയിട്ടുണ്ട്, അൾജീരിയക്കെതിരെ 3 ഗോളുകളാണ് ഓസ്ട്രിയ അടിച്ചു കൂട്ടിയത്. അവസാനത്തെ ഗോളിലാണ് അവർ ഈ 2ാം സ്ഥാനക്കാരായിട്ട് ഈ നോക്കൗട്ടിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ. അങ്ങനെ 3 ഗോൾ അടിച്ചു കൂട്ടിയ ഒരു സംഘത്തിന് ഒറ്റ ഷോട്ടുകൾ ഈ പിന്നീടുള്ള മത്സരത്തിൽ അടിക്കാൻ സാധിച്ചില്ലെന്ന് പറഞ്ഞാൽ അത് ലൂയിസ് വേൻഡയുടെ ഒരു വലിയ മികവായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. ശരിക്കും നമ്മൾ പ്രതിരോധ നിരക്കാരുടെ കാര്യം പറഞ്ഞപ്പോൾ പെഡ്രോ പോറോയുടെ റോളും എടുത്തു പറയണം. കാരണം ലോറന്റേക്ക് പകരമാണ് പെഡ്രോ പോറോ വന്നിരിക്കുന്നത്. ഈ ഓവർലാപ്പിംഗ് റണ്ണൊക്കെ ശരിക്കും ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. കാരണം അതാണ് യമാലിനും ഒരു ഫ്രീ സ്പേസ് കിട്ടി. അതുകൊണ്ട് തന്നെ ഒയർസബാലിന് നല്ലൊരു സ്പേസ് കിട്ടി, ഒരു ഗോൾ നേടുകയും ചെയ്തു. പെഡ്രോ പോറോയുടെ ആദ്യത്തെ ഇന്റർനാഷണൽ ഗോളുമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡിഫെൻസീവ് റോളും അറ്റാക്കിംഗ് റോളും ഒരേപോലെ നന്നായിട്ട് കൈകാര്യം ചെയ്ത പെഡ്രോ പോറോയും ശരിക്കും ഒരു കൈയടി അർഹിക്കുന്നു. നമ്മൾ ഒയർസബാലിൻ്റെ പ്രകടനം പറഞ്ഞു, എത്ര മനോഹരമായ ഗോളായിരുന്നു ശരിക്കും ആ ആദ്യത്തെ ഗോള്. കാരണം ഒരു ഗോൾ അവർക്ക് അനുവദിക്കപ്പെടാതെ പോയതിനു ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഒയർസബാൽ ആ ഗോൾ നേടുന്നത്. ശരിക്കും ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഡിഫൻസിൻ്റെ ഇടയിലൂടെയാണ് ഇടങ്കാൽ ഷോട്ട്. അത്ര കാൽക്കുലേറ്റഡ് ആണ്. നമ്മൾ ഈ ലോകകപ്പിൽ കണ്ട സുന്ദരമായ ഗോളുകളിൽ ഒന്നാണ്. ശരിക്കും നല്ലൊരു സ്ട്രൈക്കർ, ശരിക്കും ഒരു ക്ലിനിക്കൽ ഫിനിഷർ എങ്ങനെയായിരിക്കണം എന്ന് കാണിച്ചു തന്നൊരു ഗോളാണ്. നമുക്ക് ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ ഹാരി കെയിൻ്റെ ഗോളൊക്കെ കണ്ടു. ഏതാണ്ട് അതോടൊക്കെ നമ്മൾക്ക് ചേർത്ത് വെക്കാവുന്ന ഒരു സുന്ദരമായ ഒരു ഗോളായിരുന്നില്ലേ ഇത്? അതായത് ഓസ്ട്രിയയുടെ പ്രതിരോധ താരങ്ങൾക്ക് ഒന്ന് ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു അവസരം പോലും ഒയർസബാൽ നൽകിയില്ല. അത്ര മികച്ച ഫിനിഷിംഗ് ആയിരുന്നു ഒയർസബാലിൻ്റെ. അതായത് സ്പെയിനിൻ്റെ മുന്നേറ്റങ്ങൾക്ക് ഈ ഒയർസബാൽ നൽകുന്ന സംഭാവന വളരെ മികച്ചതായിരിക്കും. ഇനി അങ്ങോട്ട് സ്പെയിൻ്റെ മുന്നേറ്റങ്ങൾക്ക് ഒയർസബാൽ ചുക്കാൻ പിടിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ എടുത്തു പറയേണ്ട കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുക്കറയുടെ ഒരു പ്രകടനമാണ്. പെഡ്രോ പോറോ റൈറ്റ് ബാക്ക് എന്ന നിലയിൽ തിളങ്ങുമ്പോൾ തന്നെ ലെഫ്റ്റ് ബാക്ക് എന്ന രീതിയിൽ വളരെ മികച്ച രീതിയിലാണ് കുക്കറയെ കളിക്കുന്നത്. 1ാം ഗോളിന് അസിസ്റ്റ് നൽകിയത് മാത്രമല്ല, ആദ്യത്തെ ഒരു ഗോൾ പിൻവലിച്ചു. അതിനുശേഷം ആദ്യത്തെ ഒയർസബാലിൻ്റെ ഗോളിനെ അസിസ്റ്റ് ചെയ്തു. അതുമാത്രമല്ല 2ാമത്തെ ഗോളിന് വഴിയൊരുക്കിയതും കുക്കറയെയാണ്. അതായത് ബോക്സിൻ്റെ സമീപത്ത് നിന്ന് കിടന്നിട്ടാണ്, മൈതാനത്ത് വീണിട്ട് ആണ് ആ അസിസ്റ്റിന് വേണ്ടിയിട്ട് പാസ് കൊടുക്കുന്നത്. അത്തരത്തിൽ കുക്കറയുടെ ഒരു പ്രകടനം വളരെ മികച്ചതായിരുന്നു. ഓവർലാപ്പിംഗ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ 2 പേരുടെയും ഒരു ഓവർലാപ്പിംഗ് ആയിരിക്കണം ഒരു പക്ഷേ ഓസ്ട്രിയയുടെ താളം തെറ്റിച്ച് കളഞ്ഞത്. അവർക്കൊരു കൗണ്ടർ അറ്റാക്കിന് ഒരു സാധ്യത ഇല്ല അവിടെ. അത്ര നിരന്തരമായിട്ട് ഈ വിങ്ങുകളിൽ കൂടി സമ്മർദ്ദം ചെലുത്തുമ്പോഴുള്ള പ്രശ്നമായിരിക്കും. ഓസ്ട്രിയ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു, അവർ ശ്രമിക്കുന്ന ഒരു പക്ഷേ വിങ്ങുകളിൽ കൂടിയുള്ള ആക്രമണമാണ്. പക്ഷെ അങ്ങോട്ട് പോകാൻ അവർക്ക് ഇടമില്ല. അതിന് ഇരട്ടി ശക്തിയിൽ മലവെള്ളപ്പാച്ചിൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. എതിരാളി എങ്ങനെ ആക്രമിക്കുമോ അതേ നാണയത്തിൽ മറുപടി കൊടുത്താണ് സ്പെയിൻ ശരിക്കും ഇന്നത്തെ വിജയം സ്വന്തമാക്കിയത്. അതായത് ഓസ്ട്രിയക്ക് ഇങ്ങോട്ട് കൗണ്ടർ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു അവസരം തന്നെ ഉണ്ടായിരുന്നില്ല. 1-2 നീക്കങ്ങൾ അവർ ക്രോസ് കൊടുത്തത് എന്നതിനപ്പുറത്തേക്ക് മറ്റ്
അതായത് സ്പെയിൻ ഗോൾ മുഖം വിറപ്പിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ വളരെ കുറവായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഈ കുക്കറയ്യയുടെ സാന്നിധ്യം നമ്മൾ പറഞ്ഞു. കുക്കറയ്യ വളരെ മികച്ച രീതിയിൽ, അതായത് അവർക്ക് ഉള്ളൊരു പോരായ്മ നമ്മൾ ചൂണ്ടിക്കാട്ടിയത് ലെഫ്റ്റ് വിങ്ങിലൊരു മികച്ച രീതിയിൽ കളിക്കുന്ന ഒരു ലെഫ്റ്റ് വിങ്ങിൻ്റെ അഭാവമായിരുന്നു. ആ അഭാവം യഥാർത്ഥത്തിൽ കുക്കറയ്യ നികത്തിയാണ്. ഇത് കുക്കറയ്യ അറ്റാക്കിൻ തേർഡിലേക്ക് മുന്നേറി വന്നിട്ട് വളരെ മികച്ച രീതിയിൽ കൗണ്ടർ അറ്റാക്കുകൾ മാത്രമല്ല ക്രോസ് കൊടുക്കുന്നത് വളരെ മുന്നിട്ടിരുന്നു. നമ്മൾ ഈ ടീം പ്രഖ്യാപനത്തിൽ ലൂയിസ് പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവും, ഒറ്റ റയൽ താരങ്ങൾ ഈ സ്പെയിൻ സംഘത്തിലില്ല. പക്ഷേ അതിനുശേഷമാണ് കുക്കറയ്യ റയലിൻ്റെ ടീമിലേക്ക് എത്തുന്നത്. അപ്പോൾ റയൽ താരം ഇല്ലയെന്ന് പറഞ്ഞുകൂടെ, ഒരു റയൽ താരത്തിൻ്റെ സാന്നിധ്യം ഈ മൈതാനത്ത് നമുക്ക് പ്രകടമായിട്ടുണ്ട്. ഈ റയലും ബാഴ്സയിലാണ്ട് സ്പാനിഷ് ടീം എങ്ങനെ പൂർണ്ണമാവും? അങ്ങനെ അലക്സ് ബെയ്നയുടെ ഒരു പങ്ക് നമുക്ക് എടുത്തു പറയണം. പെഡ്രിയും ഒരു മിഡ്ഫീൽഡറും ശരിക്കും പറഞ്ഞാൽ അറ്റാക്ക് അവർ നന്നായിട്ട് ഓർക്കസ്ട്രേറ്റ് ചെയ്തു. അതുപോലെ തിരിച്ചാക്രമിക്കാനുള്ള ശ്രമം അവർ തുടക്കത്തിൽ തന്നെ അവരുടെ തേർഡിൽ തന്നെ തടയുകയും ചെയ്തു. അപ്പോൾ അതും നമുക്ക് എടുത്തു പറയേണ്ട ഒരു പ്രകടനമായിരുന്നു. ശരിക്കും ഓസ്ട്രിയ 3 ഗോൾ വഴങ്ങിയെങ്കിലും അവരുടെ പ്രതിരോധത്തെ നമുക്ക് പാടെ തള്ളിക്കളയാൻ സാധിക്കില്ല. ശരിക്കും അലാബയുടെ ഒക്കെ ഒരു മിടുക്ക് ഇല്ലായിരുന്നെങ്കിൽ അവർ 6-7 ഗോളൊക്കെ വാങ്ങിക്കുമായിരുന്നു. 2-3 തവണയാണ് അവർ ഗോൾ ലൈൻ സേവ് നടത്തിയിരിക്കുന്നത്. അല്ല, അവസാന നിമിഷത്തെ അലാബയുടെ ഒരു ഗോൾ ലൈൻ സേവ് ഒക്കെ ശരിക്കും അവിശ്വസനീയമാണ്. ഒറ്റ കാലുകൊണ്ട് സേവ് ചെയ്തിട്ട് രക്ഷപ്പെടും. എന്തുകൊണ്ട് അവർ മാർക്ക് ചെയ്യുന്നില്ല എന്നുള്ള ഒരേ സമയം ക്ലിയർ ചെയ്യുകയും അടുത്ത ക്ഷണത്തിൽ തന്നെ എന്തുകൊണ്ടാണ് അവിടെ മാർക്ക് ചെയ്യാണ്ട് വിടുന്നത് എന്നുള്ള ചോദ്യമാണ്. യമാലടക്കം ഞെട്ടിപ്പോയി. യമാൽ അത്ര ഗോളൊന്നും ഉറച്ച ഷോട്ട് കണ്ടു നിൽക്കുന്ന എല്ലാവരും ഉറപ്പായി യമാൽ അത് ഗോൾ നേടുന്നു. അത്ര മനോഹരമായിരുന്നു യമാലിൻ്റെ ഷോട്ട്. പക്ഷേ വളരെ മികച്ച രീതിയിൽ അത് അലാബ ക്ലിയർ ചെയ്യുകയാണിത്. അതിന് പിന്നാലെ തന്നെ യമാൽ സബ് ആയിട്ട് പോവുകയും ചെയ്തു. പക്ഷെ ഇത്രയും ദൃഢതയുള്ള ഒരു പ്രതിരോധത്തെയും നല്ല മൂർച്ചയുള്ള ഒരു ആയുധം കൊണ്ട് കുത്തി പിളർക്കാമെന്ന് സ്പെയിൻ ശരിക്കും കാണിച്ചു. പിന്നെ എടുത്ത് പറയേണ്ടത് മറ്റേ ഗോൾ കീപ്പറുടെ ഒരു പ്രകടനമാണ്. 1-2 മികച്ച സേവുകൾ നമ്മൾ കണ്ടു. ഗോൾ കീപ്പറുടെ ആ സേവുകൾ കൂടി ഇല്ലായിരുന്നെങ്കിൽ പിന്നെയും സ്പെയിൻ ഓസ്ട്രിയ വല്ല നിറച്ചേനെ. അപ്പോൾ അത്തരത്തിൽ അവരുടെ ഡിഫൻസ് വളരെ മികച്ചതായിരുന്നു. പക്ഷേ അതിനെ പൊളിച്ചുകൊണ്ടാണ് സ്പെയിൻ കൃത്യമായ പ്ലാനിങ് നടപ്പാക്കാൻ സ്പെയിന് സാധിച്ചിട്ടുണ്ട്. ഉയർസബാലിൻ്റെ ഒക്കെ കൃത്യ പൊസിഷനിങ് വളരെ മികച്ചതായിരുന്നു. അത്തരത്തിലൊരു ടീം എന്ന നിലയിൽ ഒരു കോമ്പിനേഷൻ വീണ്ടെടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനിയുള്ള അതായത് നേരത്തെ ഉണ്ടായിരുന്ന മത്സരങ്ങളിലെ പിഴവുകളൊക്കെ തിരുത്തി മികച്ച രീതിയിലൊരു ടീമിന് ബാലൻസ് കൈവന്നിട്ടുണ്ട്. അത് ഇനിയുള്ള മത്സരങ്ങളിൽ അടുത്ത പ്രീ ക്വാർട്ടർ റൗണ്ടിൽ വളരെ നിർണായകമായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഓസ്ട്രിയക്ക് ഒരു ധൃതി കാണിക്കുന്നില്ല. അവർ പ്രതിരോധിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ഒരു ആക്രമിക്കാൻ ഒരു യാതൊരു ധൃതി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ആ ധൃതി അവർ കാണിക്കാത്തതാണോ അല്ലെങ്കിൽ അവരതിന് സമ്മതിക്കാത്തതാണോ സ്പെയിൻ? അതായത് അവിടെയാണ് സ്പെയിൻ്റെ മധ്യനിരയുടെ ഒരു പ്രാധാന്യം. അതായത് അവർക്ക് കൂടുതൽ മുന്നേറാനും കൗണ്ടർ അറ്റാക്കുകൾ നിർബാധം ചെയ്യാനുമുള്ള ഒരു അവസരവും സ്പെയിൻ മധ്യനിര അവർക്ക് ഒരുക്കിയിരുന്നില്ലെന്നാണ് സത്യം. ഓസ്ട്രിയ അങ്ങനെ ചെയ്യാതിരിക്കുന്ന ടീമൊന്നുമല്ല. നന്നായിട്ട് കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന ടീമാണ്, ഗോളുകൾ അടിച്ചു കൂടുന്ന ടീമാണ്. നമ്മൾ നേരത്തെ അൾജീരിയക്കെതിരെ മത്സരം സൂചിപ്പിച്ചു. അപ്പം അതിന് കഴിയാതിരിക്കുന്ന ടീമേ അല്ല. പക്ഷേ സ്പെയിൻ അതിന് ഔട്ട് ക്ലാസ് ചെയ്ത തരത്തിൽ തന്ത്രം ഒരുക്കി ആ തന്ത്രം വിജയിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ഇതിലേക്ക് നിക്കോ വില്യംസ് കൂടി വന്നു കഴിഞ്ഞാൽ വളരെ സമ്പൂർണ്ണമായ ടീമായിരിക്കും. ഒരു ചെറിയൊരു പ്രശ്നം എനിക്ക് തോന്നുന്നു, യമാലിൻ്റെ ഒരു പരിക്ക് ഇപ്പോഴും ഭേദമായിട്ടില്ല തോന്നുന്നു. കാരണം യമാലിൻ്റെ നീക്കങ്ങളിൽ നമ്മൾ യമാലിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്ന സ്വപ്നസുന്ദരമായ ഒരു നീക്കം ശരിക്കും സത്യം പറയാനുമില്ല. ഒരു 100% പെർഫോമൻസ് പുറത്തെടുക്കാൻ യമാലിന് സാധിച്ചിട്ടില്ല. അത് മാത്രമല്ല ഫൈനൽ തേർഡിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. അതായത് വിങ്ങിലൂടെ മുന്നേറുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഒരു ഗോളിലേക്ക് അത് കൺവേർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് യമാലിൻ്റെ ഷോട്ടുകൾ പോകുന്നില്ല, അസിസ്റ്റുകൾ പോകുന്നില്ല. ആ ഒരു കുറവ് ഈ മത്സരത്തിൽ നിഴലിച്ച് കാണുന്നുണ്ട്. അത് ഒരുപക്ഷെ പരിക്കിൻ്റെ ഒക്കെ ആയിരിക്കാം. ശരിക്കും ഒരു ബുൾഡോസർ വരുന്നൊരു എഫക്റ്റ് ഇല്ല. ഇപ്പോൾ എംബാപ്പയുടെ ഒക്കെ ഒരു ഗുണം അതാ, ഒരു ബുൾഡോസർ ഉരുണ്ട് വരുന്ന പോലെ ആ പ്രതിരോധ പിറ്റൊക്കെ പാടെ തകർന്ന് തരിപ്പണമാവുന്ന രീതിയിലാണ് എംബാപ്പയും ഒലീസയും ഒക്കെ വരുന്നത്. ആ ഒരു എഫക്റ്റ് ശരിക്കും യമാലിൻ്റെ അടുത്ത് വരുന്നില്ല, കാണുന്നില്ല. കാരണം ഫിസിക്കൽ ഗെയിമിൽ യമാൽ പുറകോട്ട് പോകുന്നു. അതൊരു പക്ഷേ എനിക്ക് തോന്നുന്നത് പരിക്കുകളായിരിക്കാം കാരണം. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും 3 ഗോൾ ജയം എന്ന് പറഞ്ഞാൽ നമുക്ക് ആവേശം ഉണ്ടാക്കുന്നതാണ്. അതിനേക്കാൾ കൂടുതൽ ആക്രമണ ഫുട്ബോൾ തിരിച്ചു വരുന്നു. ഈ പ്രതിരോധത്തെ മാത്രം ആശ്രയിക്കുന്ന ടീമുകൾ ആ പ്രതിരോധം കൊണ്ട് മാത്രം ജയിക്കുമ്പോൾ നമുക്ക് മനസ്സും എടുക്കാം. പ്രത്യേകിച്ച് ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിൽ നമ്മൾ ഉറക്കമൊഴിഞ്ഞ് രാത്രി 12:30-ക്കും 2:30-ക്കും 4:30-ക്കും 5:30-ക്കൊക്കെ കാണുന്നവർക്ക് ഈ അമിത പ്രതിരോധം എന്ന് പറഞ്ഞാൽ മനസ്സും അടുപ്പിക്കുന്നതാണ്. അത് നല്ല ഫുട്ബോളിനെ ശരിക്കും കൊന്നുകളയുന്നു. അവിടെ ഈ ആക്രമണ ഫുട്ബോൾ വീണ്ടും വരുന്നു എന്നുള്ളതും അവർ വിജയിക്കുന്നു എന്നുള്ളതും ശരിക്കും നമുക്ക് ആശ്വാസം പകരുന്ന സംഗതിയാണ്. അപ്പോൾ ഇനിയും ടീമുകൾ അർജന്റീനയും ബ്രസീലൊക്കെ വരാനുണ്ട്. അവരും ശരിക്കും പറഞ്ഞാൽ ഈ ലോ ലൈൻ ഡിഫൻസിൽ തട്ടി തകരുമോ അവരുടെ സ്വപ്നങ്ങളിൽ നിന്ന് എല്ലാവർക്കും ഒരു ആശങ്കയുണ്ട്, അവർക്കൊരു ഭയമുണ്ടോ. പക്ഷെ അവർക്കൊക്കെ പ്രതീക്ഷ നൽകുന്നതാണ് ശരിക്കും പറഞ്ഞാൽ സ്പെയിൻ്റെ വിജയം.